Hello dear students, welcome back to School at Home. Today we are going to discuss about sex hormones and the hormones which is present in plants. Our first topic is behind sexual characteristics. The ovary and testis secrete sex hormones. That means the ovary is the female sex organs secrete female sex hormones and the testis which is the male sex organ also secrete male sex hormones. നമുക്ക് ആദ്യം മെയിൽ സെക്സ് ഓർഗനെ കുറിച്ച് പഠിക്കാം. സോ മെയിൽ സെക്സ് ഓർഗൻ ഏതാണ്? ടെസ്റ്റിസ് ആണ്. ആൻഡ് ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് എ ടെസ്റ്റിസ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. സോ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ? ഇറ്റ് കൺട്രോൾസ് സെക്കൻഡറി സെക്ഷൽ കാറ്റേഴ്സ് ലൈക്ക് ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻ. എന്തിനെയെല്ലാമാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത്? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെയാണ്. അതായത് ഒരു മെയിലിൻ്റെ അഡൾട്ട് സ്റ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻ സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതാണ് ചേഞ്ച് ഇൻ വോയിസ്, ശബ്ദത്തിന് മാറ്റം സംഭവിക്കാം. ഗ്രോത്ത് ഓഫ് ഹെയർ, രോമങ്ങളുടെ വളർച്ചയുണ്ടാകാം. ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച. ഇതെല്ലാമാണ് ഒരു മെയിലിലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, ബീജോൽപാദനത്തിന് വേണ്ടി സഹായിക്കുന്നതും ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി ഫീമെയിൽ സെക്സ് ഓർഗാൻ, ദാറ്റ് ഈസ് ഓവറി. ഇതാണ് ഫീമെയിൽ കാണുന്ന യൂട്രസ്. അതിൻ്റെ രണ്ട് സൈഡും കാണുന്നതാണ് ഓവറി എന്ന് പറയുന്നത്. സോ ഓവറി ഈസ് ദി ഫീമെയിൽ സെക്സ് ഓർഗാൻ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് two type of hormones, that is estrogen and progesterone. And what are the important function of these hormones? First is estrogen. It also controls secondary sexual characters, ovulation, menstrual cycle, etc. Estrogen എന്ന ഹോർമോൺ ഫീമെയിൽസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വാട്ട് ആർ ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഫീമെയിൽസ്? എന്തെല്ലാം സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണ് ഫീമെയിൽസിൽ കാണുന്നത്? ഗ്രോത്ത് ഓഫ് ഹെയർ ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഉണ്ട്. രോമ വളർച്ചയും ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയും എന്തിൽ കാണുന്നതാണ്? ഫീമെയിൽസിൽ കാണുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണ്. ആ ഒരു സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ഫീമെയിൽസിൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓവുലേഷൻ, അണ്ടോൽപാദനം, മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവ ചക്രം, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈസ്ട്രോജൻ ഹോർമോണാണ്. And next hormone is progesterone. It controls ovulation, menstrual cycle and implantation of embryo in the uterus. എന്തിനെല്ലാമാണ് പ്രൊജസ്ട്രോൺ കൺട്രോൾ ചെയ്യുന്നത്? ഓവുലേഷൻ, അണ്ടോൽപാദനമുണ്ട്. ആർത്തവ ചക്രം, ദാറ്റ് മീൻസ് മെൻസ്ട്രൽ സൈക്കിൾ, ഒരു 28 ഡേയ്സിന് ശേഷം ഫീമെയിൽസിലുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദി യൂട്രസ്, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുക. ഭ്രൂണം എന്ന് പറയുന്നത് ഫീറ്റസ്. ഈ ഫീറ്റസിനെ ഗർഭാശയത്തിൽ നിലനിർത്തുക, യൂട്രസിൽ നിലനിർത്തുക എന്നത് പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ കൂടിയാണ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി സെക്സ് ഹോർമോൺസ് ഇൻ മെയിൽസ് ആൻഡ് ഇൻ ഫീമെയിൽസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് പ്രൈം കൺട്രോളർ. വാട്ട് യു മീൻ ബൈ എ പ്രൈം കൺട്രോളർ? മുഖ്യ നിയന്ത്രകൻ, നമ്മുടെ ബോഡിയിലെ മുഖ്യ നിയന്ത്രകൻ ആരാണ്? ഹൈപ്പോതലാമസ്, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഈസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഹൈപ്പോതലാമസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ട്. ഈ ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. ഇറ്റ് കൺട്രോൾസ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെർബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഈ ഒരു ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഹൈപ്പോതലാമസ് ഈസ് കോൾഡ് ആസ് പ്രൈം കൺട്രോളർ. ദിസ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് two type of hormones, that is releasing hormone and inhibitory hormone. What is the function of releasing hormone? It stimulates the anterior lobe of the pituitary gland and secrete trophic hormones. നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് ഹൈപ്പോതലാമസായി കണക്റ്റഡ് ആണ് അല്ലേ? പോർട്ടൽ വെയിൻസ് വഴി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് ഹൈപ്പോതലാമസായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് റിലീസിങ് ഹോർമോൺ ചെയ്യുന്നത്.
So, the hypothalamus produces the hormones like releasing hormone and it stimulates the anterior lobe of the pituitary gland and secrete trophic hormones like TSH, thyroid stimulating hormone, ACTH, adrenocorticotropic hormone, GTH, gonadotropic hormone. So, these are the important trophic hormones and these hormones secreted by the anterior lobe of the pituitary gland. The releasing hormone stimulates these trophic hormones which is produced by the anterior lobe of the pituitary gland. And the other hormone which is produced by the hypothalamus is inhibitory hormone. And what is the function of inhibitory hormone? Inhibitory hormone inhibits the production of trophic hormones in the anterior lobe of the pituitary gland. ആ ഒരു നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺ എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, തടയുകയാണ്. എന്തിനാണ് തടയുന്നത്? ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദി ആൻറ്റിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോൺസിനെ തടയുക, ആ ഒരു പ്രൊഡക്ഷനെ തടയുക എന്നതാണ് ഇൻഹിബിറ്ററി ഹോർമോൺ ചെയ്യുന്ന ഫങ്ഷൻ. സോ ആവശ്യമുള്ളപ്പോൾ റിലീസിങ് ഹോർമോൺ വഴി ഈ ട്രോപ്പിക് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഒരു ട്രോപ്പിക് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ദ ഹൈപ്പോതലാമസ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെയർബൈ ദി എൻഡോക്രൈൻ സിസ്റ്റം ബൈ പ്രൊഡ്യൂസിങ് എ വെറൈറ്റി ഓഫ് റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഈസ് അബൌട്ട് കെമിക്കൽ മെസ്സേജസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിനായി രാസസന്ദേശങ്ങൾ കെമിക്കൽ മെസ്സേജസ് ഉപയോഗിക്കുന്ന പലതരം ജീവികളുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. Haven't you noticed ants moving in a line along a particular trail? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നിശ്ചിത പാതയിലൂടെയാണ് ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായി സഞ്ചരിക്കുന്നത്, അല്ലേ? ദ റീസൺ ബിഹൈൻഡ് ദിസ് മൂവ്മെൻറ്റ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ്. അതിന് കാരണം ഈ ഉറുമ്പുകൾ ഒന്നിനു പുറകിൽ ഒന്നായി ഇങ്ങനെ സഞ്ചരിക്കുന്നതിന് കാരണം എന്താണ്? സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ചില രാസവസ്തുക്കളാണ് ഈ ഒരു മൂവ്മെൻറ്റ്, ഒന്നിനു പുറകിൽ ഒന്നായി ഇങ്ങനെ ഉറുമ്പുകൾ നീങ്ങാനായിട്ട് കാരണം. Such chemical substances that are secreted by certain animals to the surroundings to facilitate communications are called pheromones. അങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസസിനെ പറയുന്ന പേരാണ് ഫിറമോൺസ് എന്ന്. എന്തിനാണ് ഈ ഫിറമോൺസ് ഈ ജീവികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ആനിമൽസ് സറൗണ്ടിങ്സ് ചുറ്റുപാടുകളിലേക്ക് ഈ ഒരു ഫിറമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. Pheromones helps in attracting mates, informing the availability of food, determining the path of travel, signaling dangers. സോ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ല ഫിറമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തിനൊക്കെ വേണ്ടിയാണ്? ഹെൽപ്പ് ഇൻ അട്രാക്റ്റിംഗ് മെയ്റ്റ്സ്, ഇണയെ ആകർഷിക്കാൻ വേണ്ടി. ഇൻഫോമിംഗ് ദി അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണ ലഭ്യത അറിയിക്കാനായി. ഡിറ്റർമിനിങ് ദ പാത്ത് ഓഫ് ട്രാവൽ, സഞ്ചാരപാത നിർണ്ണയിക്കാനായി. സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ്, അപകട സാധ്യത അറിയിക്കുക. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഫിറമോൺസ് ചില ആനിമൽസ് സെക്രീറ്റ് ചെയ്യുന്നത്. ദ കെമിക്കൽ മെസ്സേജസ് ഓഫ് ഫിറമോൺസ് ഓൾസോ ഹെൽപ്പ് ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് ടു ലിവ് ഇൻ കോളനീസ്. ഈ ഒരു ഫിറമോൺസ് ആയിട്ടുള്ള ഈ കെമിക്കൽ മെസ്സേജസ് കാരണമാണ് ഹണി ബീസ്, അതായത് തേനീച്ചകളും അതുപോലെ ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിതലുകൾ, ഇവയെല്ലാം കോളനികളായി സമൂഹമായി ജീവിക്കുന്നത്. ദ മസ്കോൺ ഇൻ ദി മസ്ക് ഡിയർ, ദ സിവറ്റോൺ ഇൻ ദി സിവറ്റ് കാറ്റ്, ബോംബിക്കോൾ ഇൻ ദി ഫീമെയിൽ സിൽക്ക് വേം മോത്ത് എറ്റ്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ഫിറമോൺസ്. ഇനി ഫിറമോൺസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മസ്ക് ഡിയർ, ദാറ്റ് മീൻസ് കസ്തൂരിമാൻ, കസ്തൂരിമാനിൽ കാണുന്ന കസ്തൂരി. ദ സിവറ്റോൺ ഇൻ ദി സിവറ്റ് കാറ്റ്, വെരികിൽ കാണുന്ന സിവറ്റോൺ എന്നൊരു പദാർത്ഥം. ബോംബിക്കോൾ ഇൻ ദി ഫീമെയിൽ സിൽക്ക് വേം മോത്ത്, അതായത് പെൺപട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ. ഇവയെല്ലാം ഫിറമോണിന് എക്സാമ്പിളാണ്. ആർട്ടിഫിഷ്യൽ ഫിറമോൺസ് ആർ യൂസ്ഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്സ്. ഇപ്പോൾ പ്രധാനമായും കാർഷിക മേഖലയിലെ കൃത്രിമ ഫിറമോണുകളും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ഹോർമോൺസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഹോർമോണുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാന്റ് ഹോർമോൺസ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ലൈഫ് ആക്ടിവിറ്റീസ് ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളിൽ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ലൈഫ് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? പ്ലാന്റ് ഹോർമോൺസ് ആണ്. ഇനി ഏതൊക്കെയാണ് ആ പ്ലാന്റ് ഹോർമോൺസ് നമുക്ക് പഠിക്കാം. ആൻഡ് ദ ഫസ്റ്റ് ഹോർമോൺ ഇസ് ജിബർലിൻ. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റിമുലേറ്റ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ. സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനായിട്ട് സഹായിക്കുന്നു.
അതായത് നമ്മളൊരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിലുള്ള സ്റ്റോർഡ് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ജെർമിനേഷൻ വിത്തുകൾ മുളയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ജിബ്ബർലിൻ എന്ന ഹോർമോൺ. ഒപ്പം തന്നെ ഇലകൾ വിരിയാൻ സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ് ഇലകൾ വിരിയാനും കൂടി ജിബ്ബർലിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട് ഇൻ പ്ലാന്റ്സ്. ആൻഡ് നെക്സ്റ്റ് ഹോർമോൺ ഇസ് ഓക്സിൻ. ഓക്സിൻ എന്ന ഹോർമോൺ എന്തെല്ലാമാണ് ചെയ്യുന്നത് പ്ലാന്റ്സിൽ നമുക്ക് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഓക്സിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട് പ്ലാന്റ്സിനെ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സെൽ ഗ്രോത്ത് കോശങ്ങളുടെ വളർച്ച, സെല്ലുകളുടെ വളർച്ച. സെൽ ഇലോങ്ങേഷൻ സെല്ലുകളുടെ ദീർഘീകരണം, ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ദീർഘീകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. ആ ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, എന്താണെന്നൊന്നും പഠിക്കാനില്ല, ടേംസുകൾ അറിഞ്ഞു വെക്കുക. പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് അഗ്രമുകുളം, അതായത് ഏറ്റവും അറ്റത്തുണ്ടാകുന്ന ആ ഒരു ബഡ് ഉണ്ടല്ലോ അതിൻ്റെ വളർച്ച. ഫ്രൂട്ട് ഫോർമേഷൻ ഫലങ്ങളുടെ രൂപീകരണം. ഇതെല്ലാമാണ് ഓക്സിൻ എന്ന ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് നെക്സ്റ്റ് ഹോർമോൺ ഇസ് സൈറ്റോകൈനിൻ. ഇറ്റ് ഹെൽപ്സ് ടു സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ. സെൽ ഗ്രോത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഓക്സിൻ എന്ന ഹോർമോണിൻ്റെ കേസിൽ. അതുപോലെ തന്നെ സൈറ്റോകൈനിനും എന്തിനെ സഹായിക്കുന്നുണ്ട്? സെൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. സെൽ ഡിവിഷൻ കോശങ്ങളുടെ വിഭജനത്തിന് സഹായിക്കുന്നുണ്ട്. സെൽ ഡിഫറൻസിയേഷൻ കോശ വൈവിധ്യവൽക്കരണത്തിന് സഹായിക്കുന്നത് ഏത് ഹോർമോണാണ്? സൈറ്റോകൈനിൻ എന്ന ഹോർമോണാണ്. And the next hormone is abscisic acid, and it helps in dormancy of embryo, dropping of ripened leaves and fruits. ഈ അബ്സിസിക് ആസിഡ് എന്ന ഹോർമോൺ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? പാകമായ ഇലകളും കായ്കളൊക്കെ പൊഴിഞ്ഞു പോവുക. ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് പാകമായിട്ടുള്ള ഇലകളും ഫ്രൂട്ട്സ് അതുപോലെ പഴങ്ങളും കൊഴിഞ്ഞു പോകാനായിട്ടാണ് അബ്സിസിക് ആസിഡ് സഹായിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹോർമോൺ എന്ന് പറയുന്നത് എത്തിലീൻ ആണ്. റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എക്സസ് എമൗണ്ട് ഓഫ് എതിലിൻ കോസസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകളും ഫലങ്ങളും പാകമാക്കുക, അതാണ് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ ഒരു എത്തിലിൻ എന്ന ആ ഒരു ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇലകളും പഴങ്ങളും പൊഴിഞ്ഞു പോകും, ഇലകളും പഴങ്ങളും പൊഴിഞ്ഞും പോകും. അപ്പോൾ എതിലിൻ എന്ന് പറയുന്നത് ഒരു ഗ്യാഷ്യസ് ലൈക്ക് ഹോർമോണാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ഹോർമോൺസ്: ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, അബ്സിസിക് ആസിഡ് ആൻഡ് എതിലിൻ. ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഓരോ പ്ലാന്റ് ഹോർമോൺസും ദേ ഇവിടെ ഇങ്ങനെ എഴുതുക, അതിൻ്റെ ഫങ്ഷൻസും എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒരു ടേബിളാക്കി തന്നു എന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. എന്താണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്? കൃത്രിമ സസ്യ ഹോർമോണുകൾ. പ്ലാന്റ് ഹോർമോൺസ് ആർ സിന്തസൈസ്ഡ് ആർട്ടിഫിഷ്യലി ബൈ ഐഡൻറ്റിഫൈങ് ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഹോർമോൺസ്. അതായത് സസ്യങ്ങളുടെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന, കെമിക്കൽ സ്ട്രക്ചർ തിരിച്ചറിഞ്ഞിട്ട് കൃത്രിമമായി ആർട്ടിഫിഷ്യലി നമുക്ക് ഹോർമോണുകളെ ഉണ്ടാക്കാനായിട്ട് പറ്റും. യൂസ് ഓഫ് സച്ച് ഹോർമോൺസ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു ദി പ്രോഗ്രസ് ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ. അതായത് കാർഷിക മേഖലയിലെ ഒരുപാട് പുരോഗതിക്ക് ഈ ഒരു ഉപയോഗം, ആർട്ടിഫിഷ്യൽ ഹോർമോൺസിൻ്റെ ഉപയോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് ആണ് ഉള്ളതെന്ന്. ഫസ്റ്റ് വൺ ഈസ് ഓക്സിൻ. It is used in the agriculture field to prevent the dropping of premature fruits, for the sprouting of roots as a weedicide. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത്, അതായത് ആ ഒരു കാലം തെറ്റി പൊഴിയുന്നത് തടയുക. അതുപോലെ വേര് മുളപ്പിക്കുക. എന്താണ് വേര് മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ? സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട്. പിന്നെ ആസ് എ വീഡിസൈഡ്, ഒരു കളകളെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു വീഡിസൈഡായിട്ടും ആരുപയോഗിക്കുന്നുണ്ട്? ഓക്സിൻ എന്ന ഹോർമോൺ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺ ഈസ് ജിബർലിൻ. നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനുള്ള ആ പേര് തന്നെയാണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസിനും ഉള്ളത്. ജിബർലിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ ആൻഡ് ഓൾസോ ഫോർ പ്രിവെൻറ്റിംഗ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്. ഇനി ജിബർലിൻ എന്ന ഹോർമോൺ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഫ്രൂട്ട് സൈസ് കൂട്ടാൻ, ഗ്രേപ്സ് മുന്തിരികളിലും ആപ്പിളുകളിലുമുള്ള ആ ഒരു സൈസ്, ഫ്രൂട്ട്സിൻ്റെ സൈസ് കൂട്ടാനായിട്ട് ജിബർലിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട്. ഒപ്പം പ്രിവെൻറ്റിംഗ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്, അതായത് ഫ്രൂട്ട്സിനെല്ലാം മാർക്കറ്റുള്ള ടൈമിൽ വിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത്. എന്നാൽ ആ ഒരു മാർക്കറ്റ് പീരീഡ് എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ഈ ഒരു പഴങ്ങളൊക്കെ പാകമായി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? പ്രോഫിറ്റ് കിട്ടില്ല. സോ ആ ഒരു പഴങ്ങളുടെ ആ ഒരു പാകപ്പെടലെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, പെട്ടെന്ന് മുന്നേ തന്നെ ആ പഴങ്ങൾ പാകമാവുന്നത് തടയാനായിട്ടും ഈ ഒരു ഹോർമോണിൻ്റെ ഉപയോഗം ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഹോർമോൺ ഇസ് എത്തിലിൻ. Ethylene is used for the flowering of pineapple plants at a time and for the ripening of tomato, lemon, orange, etc. എത്തിലിൻ എന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? പൈനാപ്പിൾ പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങിന്, പൂക്കൾ ഒരേ സമയത്ത് പുഷ്പിക്കാനായിട്ട്, ഫ്ലവറിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച് എന്നീ പഴങ്ങളുടെ എല്ലാം, ഫ്രൂട്ട്സിൻ്റെ എല്ലാം റൈപ്പനിങ്, ആ ഒരു പാകമാവുന്നതിനും എത്തിലിൻ സഹായിക്കുന്നുണ്ട്.
Ethephone, a chemical which is available in liquid form, gets transformed into ethylene when used in rubber trees and it increases the production of lactase. എതിഫോൺ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. അത് ലിക്വിഡ് ഫോമിലാണ് കിട്ടുന്നത്, ദ്രാവക രൂപത്തിൽ. അതിനെന്താക്കും, എഥിലിനാക്കി മാറ്റും. വെൻ യൂസ്ഡ് ഇൻ റബ്ബർ ട്രീസ്, ഇത് റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലാക്ടസ്, ആ ഒരു പാല്, റബ്ബർ പാല്, അതിൻ്റെ ഒരു പ്രൊഡക്ഷന് കൂട്ടാനായിട്ടാണ് എഥിലിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നത്. And next hormone is abscisic acid. It is used for harvesting fruits at the same time. ഒരേ സമയത്ത് പഴവർഗ്ഗ സസ്യങ്ങൾ വിളവെടുപ്പ് നടത്താനായിട്ടാണ് അബ്സിസിക് ആസിഡ് എന്ന ഹോർമോൺ സഹായിക്കുന്നത്. ഹോർമോൺസ് ഓൾസോ മേക്ക് ദ ഫ്രൂട്ട് സീഡ്ലെസ്. ചില ഹോർമോൺസ് ഫ്രൂട്ട്സിനെ സീഡ്ലെസ് ആക്കി മാറ്റും, വിത്തില്ലാതെയാക്കും. അതെങ്ങനെയാണ്? സീഡ്ലെസ് ഓറഞ്ച്, ഗ്രേപ്പ് ആൻഡ് വാട്ടർമെലൺ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ആർട്ടിഫിഷ്യൽ ഓക്സിൻ. ആർട്ടിഫിഷ്യൽ ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ വെച്ചിട്ട് സീഡ്ലെസ് ആയിട്ടുള്ള വിത്തുകളില്ലാത്ത ഓറഞ്ചും ഗ്രേപ്പും വാട്ടർമെലനും ഒക്കെ ഉണ്ടാക്കാം. ദിസ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് ഫ്രം ദ ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറിൽ നിന്ന് ഫ്രൂട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടും. അതിനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ജിബർലിൻ ഓൾസോ ലീഡ് ടു പാർത്തനോകാർപ്പി. ജിബർലിൻ എന്ന ഹോർമോണും പാർത്തനോകാർപ്പിക്ക് സഹായിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഓക്സിൻസ് ലൈക്ക് നാഫ്തലിൻ അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് etc. are used to prevent the dropping of premature fruits and for the sprouting of fruit. വേരുകൾ മുളയ്ക്കാനും ഫലങ്ങൾ അകാലത്തിൽ പൊഴിഞ്ഞു തടയാനും ഈ NAA, IBA എന്നീ ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. 2,4-D, 2,4-ഡൈക്ലോറോഫീനോക്സി അസിറ്റിക് ആസിഡ് is used as a weedicide. 2,4-D എന്ന ഒരു ഹോർമോൺ വീഡിസൈഡ് ആയിട്ട്, കളനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ പ്ലാന്റ് ഹോർമോൺസും പരിചയപ്പെട്ടു അല്ലേ? ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് the uncontrolled use of these chemicals causes many health and environmental issues. അതായത് നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ട്, അനിയന്ത്രിതമായി ഈ ഒരു കെമിക്കൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷകരമാണ്. ഹോർമോൺസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ്. ദേ ആർ കെമിക്കൽ മെസ്സേജസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ബോഡി ആക്ടിവിറ്റീസ്. സോ അതാണ് ഒരു കൺക്ലൂഷൻ, നിഗമനത്തിലെത്തി നമ്മൾ അല്ലേ? ഹോർമോൺസ് എന്ന് പറയുന്നത് രാസസന്ദേശവാഹകരാണ്. അത് നമ്മുടെ സമസ്ഥിതിക്ക്, ഹോമിയോസ്റ്റാസിസിന് വളരെ അത്യാവശ്യമാണ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ഫസ്റ്റ് എന്താണ്? തൈറോക്സിൻ. ഇറ്റ് ഇസ് എ ഹോർമോൺ അല്ലേ? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ്. സോ അടുത്തൊരു ഹോർമോണാണ് ഇവിടെ തന്നിട്ടുള്ളത്, എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. സോ അഡ്രീനൽ ഗ്ലാൻഡ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. അനലൈസ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താണ്? എക്സ്. ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഈസ് മോർ ഇൻ നൈറ്റ് ആൻഡ് ലെസ് ഇൻ ഡേ ടൈം. ഡേ ടൈമിൽ കുറവും എന്നാൽ നൈറ്റ് ടൈമിൽ കൂടുതലുമുള്ള ഹോർമോൺ ഏതാണ്? വൈ. ഹോർമോൺസ് ഫ്രം ദി അഡ്രീനൽ ഗ്ലാൻഡ് വർക്ക് അലോങ് വിത്ത് ദി സിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റത്തോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോൺ, അത് സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ്? അഡ്രീനൽ ഗ്ലാൻഡാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഹോർമോൺ എക്സ് ആൻഡ് ഇറ്റ്സ് ഗ്ലാൻഡ്. ഏത് ഹോർമോണാണ് എക്സ് എന്നും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണെന്നുമാണ് ചോദ്യം. എക്സ് ഏതാണ്? നൈറ്റിൽ കൂടുതലും എന്നാൽ ഡേ ടൈമിൽ കുറവും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് പൈനിയൽ ഗ്ലാൻഡ്. ബി ക്വസ്റ്റ്യൻ എന്താ? ഐഡൻറ്റിഫൈ ദ ഹോർമോൺസ് ഇൻഡിക്കേറ്റഡ് ആസ് വൈ. വൈയിൽ പറയുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ് ആ ഹോർമോൺസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. അനലൈസ് ദ ഇലസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എല്ലാ ഗ്ലാൻസിനെയും കുറിച്ച് പഠിച്ചു, ആ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏതെല്ലാമാണ് ആ ഗ്ലാൻഡ്, ആ ഗ്ലാൻഡ് ലൊക്കേഷൻ ഏതാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്, അങ്ങനെ ടേബിൾ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ വെക്കണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊക്കെ ഗ്ലാൻഡാണ് ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഗ്ലാൻഡ് ലൊക്കേഷൻ ഹോർമോൺസുമായിട്ട് ടേബിൾ ഉണ്ടാക്കുക. ഓരോ ഗ്ലാൻഡും ഇതിന് താഴെ എഴുതുക, അതിൻ്റെ ലൊക്കേഷൻ, സ്ഥാനം നമ്മുടെ ശരീരത്തിൽ എവിടെയാണെന്ന് എഴുതുക, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും എഴുതുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നീസ്. വൃക്കകളിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ്. അതേതാണ്? വാസോപ്രസിൻ ആണ്. TSH എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോണാണ്. ACTH എന്ന് പറഞ്ഞാൽ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണാണ്. ADH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ്. GTH എന്ന് പറഞ്ഞാൽ ഗൊണാഡോട്രോപ്പിക് ഹോർമോണാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വാസോപ്രസിൻ? വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ദാറ്റ് മീൻസ് ADH. സോ
ഇതാണ് അതിൻ്റെ ആൻസർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.